വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ചലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുട്ടികളെ ഒരു ഷോപ്പിലേക്ക് വിട്ടിട്ട് അവർക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഐറ്റംസ് അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കുന്നു. ഒന്നെടുക്ക്. ആ നടത്തു. ഓക്കെ. ഹലോ ഗൈസ്, ഇത് കുറച്ച് ടാസ്ക്കാണ്. റോസ് വാട്ടറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അല്ല, പൈനാപ്പിൾ എസൻസ്. ഓക്കെ ഓക്കെ, ആ ശരി ശരി. പൊതിഞ്ഞോ? കാണിച്ചാ? ഓക്കെ. നെയ്യാണ്. ഓക്കെ. മിൽക്ക് മെയ്ഡാണ് ഗെയ്സ്. എല്ലാവരും പൊതിഞ്ഞ് കൊണ്ടുപോകണം കേട്ടോ. കവറിലിട്ട് കഴിഞ്ഞാൽ കാണുമല്ലോ, അതുകൊണ്ട് പേപ്പർ കൊടുത്തിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ടാസ്ക് ആദ്യമായിട്ടാണെന്ന്. ചായപ്പൊടി എടുത്തിട്ട് എടുക്കണ്ട. ഓക്കെ. ക്യാരറ്റ് എടുത്തടാ. നിങ്ങൾക്കറിയണത് വേണം എടുക്കാൻ. ഇതിന് ക്ലൂ ഒക്കെ കൊടുക്കാം. ഇതെന്താ കളറ്? ആ, ഫുഡ് കളർ. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി ഗെയ്സ്. അപ്പോൾ നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം എടുത്ത ആളതൊന്ന് മാറ്റാൻ പോവാണ് കേട്ടോ. ആ ഓക്കെ. അസുകുട്ടി കൊടുത്തോ. ആ പേപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് സാധനം എടുത്തിട്ട് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള പ്രൊഡക്റ്റ് എന്ന് പറയണം. താഴ്ത്തി നോക്കരുത്. കണ്ണ് കാണുന്നുണ്ടോ? കവർ തുറന്നത്. ആ, എന്താണ്? എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറയൂ. ഒന്നില്ലെങ്കിൽ ശബ്ദം കെട്ടിട്ട് ചായപ്പൊടി, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ മറ്റു മഞ്ഞൾപ്പൊടി, അങ്ങനെ എന്തെങ്കിലും. ഏതെങ്കിലും ഒന്ന് ഫിക്സഡ് ആയിട്ട് പറയും. ശബ്ദം കെട്ടിട്ട് ചായപ്പൊടി. യെസ്, കണ്ണ് തുറന്ന് നോക്കിക്കോളൂ. അപ്പൊ അനു കൊടുക്ക്. ഗസ് ചെയ്യാനുണ്ടോ? ഒരു ബോട്ടിലാണ്. അതിൻ്റെ ഉള്ളിലൊരു പൗഡറാണ്. പൗഡർ എന്താണ്? ഫേസിൽ ഇടുന്നതിൻ്റെ പൊടി. എന്ത്? ആ പറഞ്ഞോ. ആ അതന്നെ. പക്ഷെ എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറയും? കോഫിക്കാണോ ചായക്കാണോ? കോഫി. ഓക്കെ. ഇതെന്താണ്? ആ, ഒരു ബോട്ടിലാണ്. എന്താണ് ആ ബോട്ടിൽ? എന്തിൻ്റെ ബോട്ടിലാണ്? അതാണ് നിങ്ങൾ പറയേണ്ടത്. ആ പേപ്പർ അവിടെ കൊടുത്തോ? എന്നിട്ട് അത് രണ്ട് കൈ കൊണ്ട് പിടിച്ച് നോക്ക്. ആണോന്നല്ല, ഒന്നുമല്ല അച്ചാറെന്ന് പറയാം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉറപ്പിച്ച് പറയും. എന്ത്? കണ്ണ് തുറന്ന് നോക്കിക്കോളൂ. എന്താ? നെയ്യ്. മിൽമ നെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ തോറ്റുപോയി. ഓക്കെ, കൊടുത്തോളൂ. പ്രൊഡക്റ്റ് കൊടുത്തോ. പ്രൊഡക്റ്റ് എന്നാ പറയുന്നത്. ഓക്കെ. യെസ്, കറക്റ്റ്. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് രണ്ടാളെന്നെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അക്കു ആൻഡ് ആക്കിഫ. എനിക്കിത് നല്ല പരിചയം.
കൊടുത്തോ, ആക്കിഫ കൊടുന്നത് കൊടുത്തോ. അപ്പം ഇതിൽ ആക്കിഫ ഉണ്ട്, അതിൻ്റെ കമ്പനി വരെ പറഞ്ഞിട്ട് അവൾ അതിൻ്റെ കളറ് പറഞ്ഞത്. ഇപ്പം ആക്കിഫ അപ്പാച്ചുവിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പാച്ചുവിന് അറിയോ ഇല്ലേ എന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല. മിൽമ മിൽക്ക് അല്ല, മിൽക്ക് മേഡാണ് നീ ഉദ്ദേശിച്ചത്, അത് തന്നെയെന്ന് അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ണ് തുറന്ന് നോക്ക്. ഓക്കെ അസ കൊടുത്തോ, അത് പൊതിന്ന് എടുത്ത് കൊടുക്കണ്ടായിരുന്നു, കുഴപ്പമില്ല. അപ്പം നമ്മുടെ അസക്കുട്ടിക്ക് അക്കുവാണ് കേട്ടോ കൊടുക്കണത്. അപ്പം എന്താ പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്കത് ആൾക്ക് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾക്ക് അറിയണതൊന്നല്ല അത് അക്കു. ചുമട മരുന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കി നോക്കിയേ, ചുമട മരുന്നാണോന്ന്? അല്ല, നമ്മളെ പൈനാപ്പിളിൻ്റെ എസെൻസ് ആണ്. അപ്പം 3 പേരാണ് ഇതിൽ ജയിച്ചത്. അപ്പോൾ നമ്മുടെ വിന്നറായിട്ടുള്ള 3 പേരാണ്. അപ്പോൾ ഇവർക്ക് ഒരു ചാൻസും കൂടെ നമ്മൾ കടയിൽ നിന്ന് എടുക്കാൻ കൊടുക്കും. കാരണം അത് കുറച്ചും കൂടെ ടഫായിട്ടുള്ള എടുത്താലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് എടുക്കട്ടെ. അത് നമ്മൾ വീഡിയോയിലൊന്നും കാണിക്കണ്ടെന്നാണ് വിചാരിക്കുന്നത്, ലെങ്ത്ത് കൂടണ കാരണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് 3 വിന്നേഴ്സിനെയാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ ആ വിന്നേഴ്സ് 1 അപ്പാച്ചു, 1 അക്മൽ, 1 ആക്കിഫ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആക്കിഫ അപ്പാച്ചുവിന് കൊടുക്കുകയാണ്. അതെന്താണെന്നുള്ളത് അപ്പാച്ചു കണ്ടുപിടിക്കണം. കൊടുത്തോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, എനിക്ക് പറയാൻ ഇപ്പോൾ പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷനില്ല. എന്താണ് അതിൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തിനുള്ളതാണെന്നെങ്കിലും ടൈം എടുക്കും തോറും വിന്നറിന് എല്ലാത്തിനും നമുക്കത് ബാധിക്കും. അതിപ്പോ ഞങ്ങളെങ്ങനെ പറയാ, നീ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് പിന്നെ വിന്നറാണോ അല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് പറയാം. കോൺഫ്ലവർ. കണ്ണൊന്ന് തുറന്ന് നോക്കിയേ. അപ്പൊ നമ്മള് ഇരട്ടകളതാണ് അടുത്തത് മത്സരം. ഇവര് ട്വിൻസ് ആണ്. അപ്പം നമ്മളെ ഇരട്ടക്കുട്ടികളാണ് ഇനി അടുത്തത് മത്സരിക്കാൻ പോണത്. അപ്പോൾ പറയോ ഇല്ലേ ഒക്കെ അറിയാം. അക്ഫല് ഭയങ്കര എന്താ പറയുക, ഒരുപാട് സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു മുതലാണ്. അപ്പം ഇനി കൊടുത്തോ. അവർക്കൊരു ചിരി വരുന്നുണ്ട്. സത്യത്തിൽ ഞങ്ങൾക്കും അറിയില്ല കേട്ടോ, അങ്ങനെ പൊട്ടിച്ച് കണ്ടാലേ അറിയുള്ളൂ. വലിയ പൊതിയിൽ ചെറിയ സംഭവമാണ് ഉള്ളത്. അതെ, അപ്പൊ അപ്പാച്ചനേക്കാളും ഫസ്റ്റ് അവള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് ഇനി അപ്പൊ നമുക്ക് അപ്പാച്ചും അക്കുവാണ് ഇനി മത്സരിക്കുന്നത്. ഈ 3 ആളത് പരിപാടി കഴിഞ്ഞു. അപ്പോൾ അപ്പാച്ചു എന്താണ് കാണിക്കാൻ കൊടുക്കണമെന്ന് നമുക്ക് നോക്കാം. വാവ്, അക്കു പറയുമോ ഇല്ലയോ ആരാണ് ഔട്ടാവുന്നത്? സ്മെല്ലൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരിയാണ്. നോമ്പിനുണ്ടാക്കണ പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നോമ്പിനൊക്കെ തന്നെയാണ്. പക്ഷെ ഞങ്ങക്ക് ഇതൊന്നല്ല, ക്ലൂ അല്ല വേണ്ടത്, ആ പ്രൊഡക്റ്റ് വേണം ഞങ്ങക്ക്. ആ എന്താണ് ആ പൊടി എന്നുള്ളത് കിട്ടണം. എന്നാല് ഞങ്ങക്ക് പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. ഇപ്പൊ പറയണോ ഓവറായിട്ട്? അതൊന്നും ഞങ്ങൾ പറയില്ല. വേഗം പറയും, ടൈം കഴിഞ്ഞ്. കസ്റ്റർഡ് പൗഡർ. ഓക്കെ, നോക്കൂ. അപ്പോൾ ഓക്കെ, അപ്പാച്ചും ആക്കിഫയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആക്കിഫേനെ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. കൊടുത്തോ. പോകുമ്പോൾ കച്ചറ എടുക്കണം കേട്ടോ, അവിടെ ഇട്ട് പോവരുത്. ഓക്കെ, അപ്പാച്ചു മേടിച്ചോ.
ആ കിട്ടും തോന്നല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക് നന്നായിട്ട്. പറ്റില്ലല്ലോ കാരണം ഇപ്പോൾ ഫൈനലാണ്. ഇനി ഇതിൻ്റെ അപ്പുറം ഒരു അതിങ്ങനെ തൊട്ട് നോക്കുക അതിൻ്റെ ഉള്ളിലത്തെ പ്രൊഡക്റ്റ് കവർ മാത്രമല്ലാണ്ട്. ടൈം പോകും തോറും ഇതിനേക്കാളും മുന്നേ ആക്കിഫ നിൻ്റെ ആൻസർ പറയണമെങ്കിൽ അവൾക്ക് പ്രൈസ് പോകൂട്ടാ. അതൊന്നും ഞങ്ങൾ പറയില്ല, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പം എന്താണ് അതിൻ്റെ പേര്? പറഞ്ഞോ തെറ്റി. ആ ഓട്സ്. ഇനി കണ്ണ് തുറന്ന് നോക്ക്. അതെ ടൈം നോക്കൂ ഇനി. അപ്പം ഇവർ തിരിച്ച് ഇവരെടുക്കണം കേട്ടോ. അപ്പാച്ചുവിന് കൊടുക്കാനുള്ള ടൈമാണ്. ഇപ്പം അപ്പാച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഇതാണ്. പേരെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ആ ആക്കിപ്പോൾ പറയാനും പറയാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഇതാണ് ഞങ്ങളെ റോഡ് കേട്ടോ. കുട്ടികളൊക്കെ നോക്കുന്നു ഞങ്ങൾ വീഡിയോ എടുക്കണത്. അറിയാം. ഇതേപോലെ അപ്പാച്ചു കഷ്ടപ്പെട്ട പോലെ കുറച്ച് കഷ്ടപ്പെടും. അവൾക്ക് അറിയത് എനിക്ക് ഉറപ്പാണ്. ആ എന്താ വെച്ചാൽ പറഞ്ഞോ. നീ ഉദ്ദേശിക്കുന്നത് മനസ്സിൽ വന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞോ. എന്തിനുപയോഗിക്കണതാണ് അത്? ഇതാ ഞങ്ങൾ വീഡിയോ എടുക്കണ കാണാൻ വേണ്ടി ഫാൻസൊക്കെ എന്തിൻ്റെ ഓയിലാണ് പറയ്. നമ്മുടെ അക്കുവിടെ അതിൻ്റെ ഇടയിൽ വാവ്. ആ എന്തിൻ്റെ ആണത്? എന്തിനു ഉപയോഗിക്കുന്നതാണ് ആ പ്രൊഡക്റ്റ്? കുക്ക് ചെയ്യുമ്പോഴോ? ആ വേറെ എന്തെങ്കിലും ഗസ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് വൈകിട്ടാണെങ്കിലും അപ്പാച്ചു പറഞ്ഞ ഏകദേശം ഇപ്പോൾ ആ ടൈമിൻ്റെ അടുത്ത് എടുക്കുകയാണ്. അപ്പോൾ പറയുകയാണെങ്കിൽ രണ്ടാളെയും വിന്നറായിട്ട് ഞാൻ കരുതും. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ആൾക്ക് വിന്നർ സ്ഥാനം കൊടുക്കേണ്ടി വരും. ഇനിയും ഞാനൊരു കുറച്ച് ടൈമും കൂടെ തരാം. എന്താണ് അതിൻ്റെ ഉപയോഗം? അയ്യോ സ്മെല്ല് അഴിക്കല്ലേ. ഗ്ലിസറിനൊന്നല്ല. അങ്ങനെ അല്ലാന്നൊന്നും ഞാൻ പറയില്ല. എസ് ഓർനോ. ഇതാ വണ്ടി വരണേ. അവിടെ നിന്നോ. അപ്പോൾ ഇതാ നമ്മളുടെ റോട്ടിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെതാണ്. വണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആക്കിഫ തോറ്റില്ലേ? യൂട്യൂബ് വേവായോ? അപ്പം നമ്മുടെ സജീവേട്ടനാണ് കേട്ടോ ഇപ്പോൾ വന്നത്. കഴിഞ്ഞോ? അപ്പം ആക്കിഫാടെ ടൈം അതിൽ എന്തെങ്കിലും ക്ലൂ ഉണ്ടെങ്കിൽ ഇപ്പം പറയാം. വാനില എസൻസ്. അപ്പം ഇനി തുറന്ന് നോക്കിക്കോ. അവൾക്ക് കൊടുക്ക്. കണ്ണ് തുറന്ന് നോക്കിക്കോ. പുൽത്തൈലം. അതാണ് ഞാൻ എന്തിനും ഉപയോഗിക്കുന്നത് അറിയാം. അപ്പം നമുക്ക് പ്രൈസ് അവിടെ നിന്നു. അപ്പോൾ നമ്മുടെ ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. ചലഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് 500 റുപ്പീസാണ്. അപ്പോൾ ഇത് കൊടുക്കുന്നത് നമ്മളെ അപ്പാച്ചുവിനാണ്. അപ്പാച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് അർഫാസ് എന്നാണ്. അർഫാസിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൊടുക്കുന്നത് അക്മൽ അൻസാർ. ഓക്കെ ഇതാ 500 റുപ്പീസ് ഞങ്ങൾ അപ്പാച്ചു എന്നാണ് വിളിക്കാറ്. അപ്പാച്ചുവിന് കൊടുക്കുകയാണ്. കൊടുത്തോ? അപ്പോൾ എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യും സന്തോഷത്തിൽ. അപ്പോൾ സെക്കൻഡ് പ്രൈസ് വരുന്നത് 100 റുപ്പീസാണ്. അത് നമ്മളെ അനുമോളാണ് കൊടുക്കുന്നത്. അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിഫാക്ക് 100 റുപ്പീസ് ചലഞ്ചിൻ്റെ സെക്കൻഡ് വിജയിക്ക് കൈമാറുകയാണ്.
തേർഡ് പ്രൈസ് വരുന്നത് അക്മൽ അൻസാറിനാണ്. നമ്മളെ ടീംസിന് അപ്പോൾ എന്തായാലും പ്രൈസ് കിട്ടിയിട്ടുണ്ട് രണ്ടാൾക്കും, സെക്കൻഡും തേർഡും ആയിട്ടാണ്. അപ്പോൾ നമ്മളിതാ അൻഫാസാണ് കൊടുക്കുന്നത്. അൻഫാസ് കൈമാറുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തോ. അപ്പോൾ നമ്മളെ ഗെയിം കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിലൊക്കെ കാണാം. അപ്പോൾ ഇതാ അപ്പോൾ എല്ലാവരും ഇതാ പൈസ ആയിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കണേ. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ?